ഹായ്, അസ്സലാമു അലൈക്കും. ജുനൈദ് അമ്പലത്താണ്. ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നത്, ഒരു കോൾ വന്നു, എനിക്ക് ഒരു കാൾ വന്നു. എൻ്റെ ഫേസ്ബുക്കിൽ അതേപോലെ ഇൻസ്റ്റയിൽ തുരുതുരാ മെസ്സേജുകൾ വരുന്നു. അപ്പോൾ ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയപ്പോൾ അവരെൻ്റെ നമ്പർ ചോദിച്ചു. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഞാൻ നമ്പർ കൊടുത്തില്ല. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ അവരെനിക്ക് വിളിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായി. അതുകൊണ്ട് മാത്രം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാവുക. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു 10 മിനിറ്റ് അല്ല, ഒരു മണിക്കൂർ പോട്ടെ, കുഴപ്പമില്ല. എന്നാലും അവർക്ക് ഇത്തിരി സന്തോഷമാകുമെങ്കിൽ, ആ വീട്ടുകാർക്ക് ഇത്തിരി സന്തോഷമാകുമെങ്കിൽ മാത്രം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. ഓക്കെ. അപ്പോൾ ഈ ആഷിം റുബീന എന്ന പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഇന്നലെ കുറേ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പരാമർശിക്കാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം ദുആ ചെയ്യുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മയ്യത്ത് കച്ചവടം പുതിയ രൂപത്തിലാണ്. ദുആ, ദിക്ർ എന്നൊക്കെ. ഒരു മിനിറ്റ്, എൻ്റെ മെക്കിട്ടാരും കയറണ്ട. ആ വാക്ക് അവിടെ ഉപയോഗിച്ചതിന് ജസ്റ്റ് ഞാൻ പറയാനുള്ളതും കൂടെ ഫുള്ള് കേട്ടിട്ട് എന്നെ നിങ്ങൾ വിലയിരുത്തുക. ഞാൻ ശരിയാണോ പറയുന്നത്? ഞാൻ നിങ്ങളൊരു അനിയനാണ്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരണം. അപ്പോൾ ഞാനിത് പറയേണ്ടെന്ന് വിചാരിച്ചു. ഈ വീട്ടുകാർക്കും ആ ഉമ്മമാർക്കും അമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ മയ്യത്ത് കച്ചവടത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊന്നും അയാൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും പറയാഞ്ഞത്, നമ്മളൊരു ആളെ വിമർശിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ അതിനേക്കാൾ നല്ലവനായിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആ ഒരു കാര്യം മതപണ്ഡിതം അല്ലെങ്കിൽ ഒരു മതത്തെക്കുറിച്ച് സംസാരിക്കാൻ മാത്രം വലിയൊരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വിഷയങ്ങളൊന്നും കൂടുതൽ സംസാരിക്കാത്തത്. ഞാൻ നല്ല മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ദർസ് ഓതിയിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളറിയാത്ത കാര്യങ്ങൾ, കൂടുതൽ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിക്കരുത്. അപ്പോൾ എനിക്ക് വന്ന കോള്, അതായത് ഈ ആഷിം റുബീന, വിഷയത്തിലേക്ക് വരാം. ആഷിം റുബീന എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പൊന്നുമക്കളുടെ, അതായത് മരിച്ച ഒരു പെൺകുട്ടിയുണ്ട്, 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടുകാരാണ് എനിക്ക് വിളിച്ചത്. ഞാൻ അയാളുടെ വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ അയാൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവരെ വിളിച്ചിട്ട് ഇവരെ ഫോണും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വ്യക്തിയാണ് എന്ത് ചെയ്യണം, ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് കൊടുത്താൽ ആ ഫോട്ടോ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ റിമൂവ് ചെയ്യണം എന്ന് ഒരു ചൂണ്ടിക്കാണിച്ച് കൊടുത്താൽ എന്ത് ചെയ്യണം, അപ്പോൾ അത് റിമൂവ് ചെയ്യണം. ഒരു കുട്ടി മരിച്ച ഒരു മാതാവും ഒരു പിതാവും അവരാണ് അവരെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇനി എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നമ്പർ അടക്കം ഞാൻ ഇവിടെ പറയാം. ഓക്കെ. അതൊക്കെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കൂ നിങ്ങൾ. വീഡിയോ ഇപ്പൊ പറഞ്ഞിട്ട് നിന്നോട് വീഡിയോന്റെ കഥ സംഭവം ഇറങ്ങി ഓൾക്ക് തലവേദന ഉണ്ടായിരുന്നു, മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചോണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നല്ല തലവേദന എടുത്തു പെട്ടെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമുക്ക് നല്ല തലന്ന് ഇയാൾ പറയുന്ന ഫുള്ള് കളുവായി. ഇയാൾ ഒരു നേര് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇല്ല. കാണുന്ന ആൾ വിചാരിക്കും ഭയങ്കര പ്രശ്നം. ഇപ്പൊ അപ്പർക്കറിയില്ല, ഫുള്ള് ടെൻഷനുള്ള. ഇത് ഓൾറെഡി മരിച്ചിട്ട് പോയി ആ പെണ്ണ്. അതിന്റെ ഇടയ്ക്ക് ഇയാൾ ഓരോ ഇതും, പിന്നെ ഇയാൾ ആ പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് കുറെ ദുവാരക്കുന്ന പ്രശ്നമില്ല. അപ്പൊ കള് പറഞ്ഞിട്ട് ദുവാരക്കേണ്ട ആവശ്യമില്ലല്ലേ. എന്റെ ലാംഗ്വേജ് നിനക്ക് മനസ്സിലാവുന്നില്ലെന്നറിയാലോ. കാരണം അങ്ങനത്തെ പ്രശ്നം. ഇയാളെ കോൺടാക്ട് നമ്പർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടാ? വിളിച്ച് കിട്ടുന്ന കോൺടാക്ട് നമ്പർ, എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ അയാള് പിന്നെ ഇത് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ, എൻ്റെ ഓളെ ഇത് ഏട്ടത്തിന്റെ ഭർത്താവില്ല, അവന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ നമ്പർ കിട്ടുന്നില്ല വിളിച്ചിട്ട്. ഓ നിന്റെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കോൺടാക്ട് നമ്പർ അവിടെ കിട്ടാൻ വഴിയുണ്ടാ അങ്ങനെ ചോദിച്ചിട്ട് വിളിച്ചത്. പക്ക ഫ്രോഡാണ് ഇയാള്. കാരണം ഇയാൾക്കൊരു 8 പണി കൊടുക്കണം എന്തായാലും. കേട്ടു. ഇതൊരു കുട്ടി മരിച്ച് അവരെ കാസർഗോഡ് നിന്നാണ് ഇവർ വിളിക്കുന്നത്. കാസർഗോഡുള്ള ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ആദ്യം മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ അവരെ വിളിച്ച് അങ്ങനെ സംസാരിച്ചതാണ്. അവരോട് വോയിസ് ഇടാൻ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ വിഷയം എന്നുള്ള വോയിസ് ഇടാൻ പറഞ്ഞു. അങ്ങനെ അവരിട്ട വോയിസാണിത്. അപ്പോൾ ഒരു കുട്ടി മൈഗ്രെയിൻ വന്നിട്ട് അങ്ങനെ മരണപ്പെട്ടു. ഓക്കെ. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ സ്ഥലത്ത് ഒരു കുട്ടി, പ്രായപൂർത്തിയായ കുട്ടികളാണ്, 20-23 വയസ്സോ 22 വയസ്സോ എന്തോ എനിക്കറിയില്ല, അത്ര വയസ്സ്. ഞാൻ കണ്ടു, ഫോട്ടോ ഒക്കെ കണ്ടു കുട്ടീനെ. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ആ കുഞ്ഞിൻ്റെ ഫോട്ടോ. ഓക്കെ. അപ്പോൾ അവർക്ക് താല്പര്യം, അതായത് ഒരു പ്രായപൂർത്തിയായി അവർ ചിലപ്പോൾ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും കുടുംബം. അപ്പോൾ അവരുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇയാൾ യൂട്യൂബിൽ വരുമാനം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന, അവർ പറയുന്നുണ്ട് അതിൽ ദുആ ചെയ്തോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്. കളവ് പറഞ്ഞിട്ട് എന്തിന് ദുആ ചെയ്യുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് എന്നാണ് അവർ ചോദിച്ചതിനോട്. ഞാൻ ആ കോളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് വലിയൊരു വീഡിയോ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ പ്രിയപ്പെട്ട ആഷിം റുബീനോട് പറയാനുള്ളത് ഇതും കൂടെ ഒന്ന് കേൾക്കണം. നിങ്ങളെ ഈ ഒരു ഇതും കൂടെ കേൾക്കണം. മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെ മാംഗ്ലൂർ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ അയാൾ പറയുന്നത് മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ മരിച്ച അങ്ങനെ ഇങ്ങനെയല്ലോ, മാംഗ്ലൂർ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. മാംഗ്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് കാസർഗോഡ് നിന്നാണ് മരിച്ചത് തന്നെ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അന്ന് തന്നെ ഓരോ ഹോസ്പിറ്റലിൽ ഉണ്ടായിന്. അന്ന് രാത്രി നമുക്ക് എന്നെ മരിച്ചിന്. പെണ്ണ് കാരണം അസുഖം എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പൊ ഫാമിലി ഫുള്ള് ടെൻഷനിലുള്ള ഈ ന്യൂസിൽ ഇങ്ങനായിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ആയിട്ട് എത്തിക്കുന്നല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത്. അപ്പൊ ഇയാളെ ഫോളോ ആയിക്കൊണ്ട്, പക്ഷെ എന്തോ ഇതില്ല. പെട്ടെന്നാണ് ഇത് ഞങ്ങൾക്ക് ഓർമ്മയത്. ഇന്നത്തെ വീഡിയോ കണ്ടത്, ഇന്നത്തെ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ എനിക്ക് ഇത് ഓർമ്മയത്. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് മെസ്സേജ് ഇട്ടെ, മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോ കണ്ടതിന്റെ ആ വീഡിയോ കണ്ടിട്ടാകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പെട്ടെന്ന് ഇന്ന് ഓർമ്മയായി. അങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടത്. ഒരു ഫാമിലിന്റെ ഇമോഷൻ വെച്ചിട്ടാണ് അയാൾ കളിക്കുന്നില്ല. കാരണം അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട്. അയാൾക്ക് തെണ്ടാൻ പോരാ നീനായിട്ട് പറഞ്ഞാ. നമുക്ക് നേരെ അറിയുന്നത് തൊട്ട് ഇപ്പൊ ബാക്കിയെല്ലാം നമ്മൾ വിചാരിച്ചത് ഓക്കെ ഇയാൾ ഓക്കെ സംഭവം, ഇയാൾ ഇതുവായിരിക്കുന്നു മറ്റത് മറിച്ചതെന്നല്ലോ. പക്ഷെ ഇയാളില്ലേ, ഇതിപ്പോ നമ്മൾ യൂട്യൂബിലുണ്ട്. അയാൾ കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. പക്ഷെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. കളി പറഞ്ഞിട്ടാണ് അയാൾ വീഡിയോ എടുത്തുകളെ. ആ വീഡിയോ ഇങ്ങനെ കാണുമ്പോക്കില്ല ബാക്കിന്റെ ആൾ അവസ്ഥ അയാൾ ചിന്തിക്കുന്നില്ല. ബാക്കിയുള്ള ആൾ ഇമോഷൻ വെച്ചിട്ടാണ് അയാൾ പൈസ ഉണ്ടാക്കുന്നില്ല. അയാൾ ഏടെ തുന്നിട്ട് നേരാനെ നേരകിച്ച് ചാവും അയാൾ. എനിക്ക് മതിയായി കേട്ടപ്പോൾ. അതായത് ഒരു കുട്ടി മരിച്ച അവരുടെ വീട്ടുകാർ പറയാണ് നരകിച്ച് ചാകും ഇയാള്, ഇയാൾക്ക് വേറെ എല്ലാം തെണ്ടാൻ പോയിക്കൂടെ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഇട്ടോ, നമ്മൾ നോക്കും. ഇപ്പം ഞാനൊക്കെ നമ്മളെ പോലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ വിമർശിച്ചോട്ടെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അതൊക്കെ രസമായിട്ട് എടുക്കാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേദന അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു നോക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ ഈ കാണുന്ന ആളുകളുടെ കുടുംബത്തിലൊക്കെ പലരും മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ മക്കളോ അനിയത്തിമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് കളവ് പറഞ്ഞിട്ട് ദുആയും കാര്യങ്ങളും, ദുആയൊക്കെ ഓക്കെയാണ്, ആ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് അവരത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും കമന്റ് സെക്ഷനിൽ പോയി പറഞ്ഞിട്ട് പോലും കമന്റ് സെക്ഷൻ ഇയാൾ ഓഫ് ചെയ്തു. കാരണം അത്യാവശ്യം റീച്ച് ഉണ്ട് ആ വീഡിയോക്ക്, 30,000 ഒക്കെ ഉണ്ട്. അപ്പോൾ അയാൾക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിലീറ്റ് ചെയ്യുന്ന അയാളെ റീച്ച് കുറയും, അയാൾക്ക് ഇൻകം വരുന്നത് നിൽക്കും ആ വീഡിയോക്ക്. ആലോചിച്ച് നോക്കി ഓരോ മനുഷ്യരുടെ മനസ്സ്. ഇപ്പം മനസ്സിലായി, ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു അയാൾ പക്ക ഫ്രോഡാണ്. ഈ ദിയ ഫാത്തിമയുടെ വിഷയത്തിൽ ഇയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ അത്ര രൂക്ഷമായിട്ടൊന്നും അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ലായിരുന്നു മുമ്പൊന്നും. ഞാൻ അങ്ങനെ പറയും, ആശിം നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോവും, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയിക്കോ, എന്നെ പിന്തുടരരുത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പുള്ളി കേൾക്കാതെ എന്നെ തന്നെ കരിവാരിത്തേക്കാൻ വന്നതാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ഞാനല്ല, നിങ്ങളിൽപ്പെട്ട ഒരാളാണ് സംസാരിക്കുന്നത്. അവർക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇത്രയും വൃത്തികെട്ട. ഞാനും ചോദിക്കണം അയാളോട്, ഇതിലേറെ നല്ലതൊക്കെ തെണ്ടാൻ പോയിക്കൂടെ? ഒരു മരിച്ച ഒരു പെൺകുട്ടിയെ വെറുതെ വിട്ടൂടെ? ഇന്നും അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ട്, ഞാനവിടെ കാണിക്കാം. അവരുടെ കുടുംബക്കാർ, വേറൊരു മരിച്ച ആളുകളുടെ കുടുംബക്കാർ, അയാൾ മരിച്ച ആളുകളെ മാത്രം രാവിലെ തെരഞ്ഞു പിടിക്കും. അതിൽ അയാൾ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുണ്ടോ അതായിരിക്കും അധികം അയാൾ ഇടുക. എന്നാലും എന്ത് ചെയ്യും, ആ പ്രൊഫൈൽ പിക്ക്, അതായത് ഈ കമ്പനിയിൽ കുറച്ച് കാണാൻ കൊള്ളാവുന്ന ഒരു ഫോട്ടോ ആകുമ്പോൾ ആളുകൾ പെട്ടെന്ന് ക്ലിക്ക് കൊടുക്കും. അത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണത്, അതിലൊരു ക്ലിക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിലും നല്ലത് ആശയം തെണ്ടാൻ പോയിക്കൂടെ ചങ്ങാതി? ഇത്രയും അവരെ വീട്ടുകാർ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരും മരിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഇട്ട് ദുആ ചെയ്തു, ഓക്കെ. പക്ഷെ അവരുടെ ഫോട്ടോ, പെൺകുട്ടികളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് അത് ഭയങ്കര തെറ്റാണ്. അവർ ചിലപ്പോൾ ഇസ്ലാമികമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതും ദിയ ഫാത്തിമ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതും ഇതൊന്നും യോജിപ്പിക്കല്ലേ. അപ്പൊ നിങ്ങളൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എത്രയും പെട്ടെന്ന് പോയിട്ട് ഡിലീറ്റ് ചെയ്യുക. അതേപോലെ ഇന്ന് നിങ്ങൾ ഇട്ടൊരു വീഡിയോ നിൽക്കണേ, ഈ വീഡിയോ നോക്കിയേ, കാണുന്നുണ്ടോ? ഞാൻ ആ ഫോട്ടോ എനിക്ക് കാണിക്കാൻ അവിടെ ആഗ്രഹമില്ല, ഞാൻ മറിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഈ വീഡിയോന്റെ അടിയിലും അവരുടെ ബന്ധുക്കൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ. നിങ്ങൾ എന്ത് ഉസ്താദാണ്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മക്കളുടെ ഫോട്ടോ ഇങ്ങനെ ഇടുന്നത്? മരിച്ചു പോയില്ലേ, അവരൊന്ന് വെറുതെ വിട്ടൂടെ? മനുഷ്യരായ ചങ്ങാതി, കുറച്ചൊക്കെ ഉളുപ്പ് വേണം. കുറേ പ്രായമായിന്നോ അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബേഴ്സും കാര്യങ്ങളും കൂടെ ഉണ്ട്, എല്ലാം ആയി എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അത് മാറ്റി വെക്കാശമേ. ആളുകളൊന്നും വിഡ്ഢികളല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മരിച്ചവരെങ്കിലും വെറുതെ വിടുക, അതും ഒരു കച്ചവടമാക്കരുത്. നിങ്ങളൊന്ന് കേട്ടു നോക്കി, അയാൾ പറയുന്നത് അയാളുടെ നാവുന്ന്, ഞാനോ മറ്റുള്ള ആളുകളല്ല, അയാളുടെ നാവുന്ന് തന്നെ പറയുന്ന ഒരു വാക്കൊന്നും കൂടെ കേട്ടു നോക്കി. ഞാൻ വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുക, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കേട്ടു നോക്കി. ഇതാണ് അയാള്. അയാൾക്ക് അതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകള്, അയാൾക്കതൊരു കച്ചവട തന്ത്രം മാത്രമാണ്. അപ്പൊ പ്രിയപ്പെട്ട ആശിമിനോട് വളരെ സ്നേഹത്തോടെ പറയാ, അവരെന്നോട് നിങ്ങളെ നമ്പറും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ നമ്പർ കൊടുക്കും, നിങ്ങളത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക. ആ വീട്ടുകാർ വളരെ വിഷമത്തിലാണ്.
നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ രാവിലെ പല ആളുകളും ഇന്ന ആൾ മരിച്ചു ന്യൂസുകളൊക്കെ ഇട്ടോ. പക്ഷേ ഈ പെൺകുട്ടികളെ ഫോട്ടോ ഒന്നും ഇങ്ങനെ ഇടരുത്. അതുപോലെ നിങ്ങൾക്ക് വ്യക്തത ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനെ മരിച്ചു നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്ക്, അതിലുണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന തമ്പനീലുകളൊക്കെയാണ് അയാൾ കൊടുക്കുക. ഇന്നലെ ഇട്ട വീഡിയോ, മിനിഞ്ഞാന്നിട്ട വീഡിയോ, എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കി അയാൾ ഇട്ടത്. അയാൾ പറയണേ ഇന്ന ആള് മദീനത്ത് മരിച്ചു, കാരണക്കാരി പെണ്ണുങ്ങൾ, കാരണക്കാരി മറ്റത്, ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് ചിലപ്പോൾ അതിനുള്ളിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ അവരെ ഫോട്ടോയും കാര്യങ്ങളും വെച്ച് ആളുകൾ എന്താണോ ഇങ്ങനെയൊക്കെ കാശ് ഉണ്ടാക്കിയിട്ട് എന്താ അതുകൊണ്ടൊക്കെ കാര്യം? നിങ്ങളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതല്ലേ ഈ കാശ് എടുത്തിട്ട്? ഒരു SSF കാരനാണെങ്കിൽ, ഒരു SSF എന്ന സംഘടന, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു SSF എന്ന് പറഞ്ഞ സംഘടനയോട് കുറച്ചെങ്കിലും നീതി താങ്കൾ പുലർത്തുന്നുണ്ടെങ്കിൽ ഇമാതിരി തോന്നിയാസങ്ങളൊക്കെ ഒന്ന് നിർത്താശിമേ. ആളുകൾ വിഡ്ഢികളല്ല, ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ നാളെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആശിമേ, ഒരു നാടും ഒരു കുടുംബം മാത്രമല്ല, ഒരു നാടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് കളി മാറും. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, ഞാനൊരു വീഡിയോ ചെയ്യാം, അയാൾ അത് ഡിലീറ്റ് ചെയ്യും, അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയാൾക്ക് മെസ്സേജ് അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മരണത്തിൻ്റെ ഏത് വീഡിയോ, മരണം ഒക്കെ ഓക്കെ, നല്ല കാര്യമാണ്. ദുആ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അതിനെന്ത് ചെയ്യണം എന്നറിയോ? ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഇന്ന വിഷയം, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് മരിച്ചു. അല്ലാതെ അവരുടെ സുന്ദരമായ ഫോട്ടോസ്, പെൺമക്കളുടെ ഫോട്ടോസും കാര്യങ്ങളും ഈ സമൂഹത്തിലെ ആണുങ്ങൾ മുന്നിൽ കാണിച്ചിട്ടല്ല. അവർക്ക് എത്രത്തോളം മരിച്ച വീട്ടുകാർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. എനിക്ക് ആദ്യം അറിയാം നിങ്ങളൊരു ഫ്രോഡാണ്. അത് നിങ്ങൾ വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെയും ഒരു വോയിസും കൂടെ വന്നിട്ടുണ്ട്, ഒരു കണ്ണൂരുകാരൻ്റെ, ഇതേ വിഷയം പറഞ്ഞിട്ട്. അതിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഫോണിലാണുള്ളത്. ഞാൻ ബാക്കിയുള്ളതൊക്കെ നേരത്തെ ഇതിലേക്ക് മാറ്റി വെച്ചതാ. അപ്പോൾ നന്നായ നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ നന്നാക്കും ചിലർ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അയാളുടെ തെറ്റുകൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. കാരണം വേറൊരു കാര്യം കൂടെ ഉണ്ട്, അയാളോട് പറഞ്ഞിട്ടും, അതായത് പലരും പറഞ്ഞു നിങ്ങൾ ആ വീഡിയോ കാര്യങ്ങൾ ഒഴിവാക്കൂ, ഞങ്ങൾക്ക് വളരെ മാനസികമായി വിഷമമുണ്ട്, ഞങ്ങൾ അവരുടെ മാതാപിതാക്കളാണ്, വീട്ടുകാരെ പറഞ്ഞിട്ട് ആ കമന്റ് സെക്ഷൻ ഓഫാക്കി. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ. ഞാൻ അന്തം വിട്ടു, എന്തും മനുഷ്യനെ അയാൾ. ഇപ്പോൾ ഇന്നിട്ടൊരു വീഡിയോ ഉണ്ട് അയാൾ, അതിലും വന്നിട്ട് അവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയല്ലേ, അവരോട് നിങ്ങൾ ദുആ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അയാൾ തർക്കുത്തരം അവിടെ എഴുതിയിരിക്കുന്നത്. നീ ആ കമൻ്റൊക്കെ ഡിലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊന്നു ചങ്ങാതി, മരിച്ചവരെങ്കിലും വെറുതെ വിടുക. അവർ സുഖസുന്ദരമായിട്ട് നാളെ സ്വർഗം സ്വപ്നം കണ്ട് അവിടെ ഉറങ്ങട്ടെ. അവരെ കുടുംബത്തിന് ക്ഷമ ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തിക്ക് കാരണം അവരെ വീണ്ടും വിഷമത്തിലാക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ ഇന്നലെ ഞാൻ കഥ പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും ഞാൻ ആ സത്യത്തിൽ പേടിച്ചിരുന്ന ആ കഥ പറയുമ്പോൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യൂലേ, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകളും അതുപോലെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ വന്നത് ഒരുപാട് സന്തോഷം. എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, മറ്റൊരു വിഷയവും കാര്യങ്ങളായിട്ട് ഉടൻ വരാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഗുഡ് നൈറ്റ്.